ഇപ്പം നമ്മുടെ CBSE സ്കൂളുകളിലും കേരള സിലബസ് സ്കൂളുകളിലും കരാത്തെ പഠിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കുംഫു പഠിപ്പിക്കുന്നുണ്ട്. ഇതെന്തിനാണ് പഠിപ്പിക്കുന്നത്? അത് ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് നേരെ ഒരു അറ്റാക്ക് വരുമ്പം നമുക്കത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ മാർഷൽ ആർട്സ് പഠിക്കുന്നത്, അല്ലാതെ ഇതും പഠിച്ച് വീട്ടിലിരിക്കാനല്ല. ശരിയല്ലേ? കഴിഞ്ഞ ഒരു മാസം മുമ്പ് മെയ് 31-ന് എനിക്ക് നേരെ ഒരു അറ്റാക്ക് ഉണ്ടായി. ഞാൻ ഈ മാർഷൽ ആർട്സ് പഠിച്ചിട്ടുണ്ട്. അപ്പം എൻ്റെ സെൻസി എന്നോട് പറഞ്ഞേക്കുന്നത്, നമ്മുടെ കയ്യിലിരിക്കുന്ന എന്തായതുമാണ്, അത് മൊബൈലായിരിക്കാം, കീ ആയിരിക്കാം, കുടയായിരിക്കാം, അങ്ങനെ പല സാധനങ്ങളായിരിക്കും, അത് ഉപയോഗിച്ച് നമ്മൾ പ്രിവെൻറ്റ് ചെയ്യുക. അപ്പോൾ അന്ന് കുറേ മഞ്ഞപ്പത്രങ്ങളും ഏതായാലും ന്യൂസ് ചാനലൊക്കെ പറഞ്ഞ് ഞാൻ കാറിനകത്തുനിന്ന് കുടയായിട്ട് ഇറങ്ങി. പക്ഷേ എൻ്റെ കുടയൊന്നും അല്ലായിരുന്നു അത് ഏതോ ഹതഭാഗ്യൻ്റെ കുടയാണ്. ആ കുട എൻ്റെ വീട്ടിലിരിപ്പുണ്ട്. അയാൾ വരുവാണെങ്കിൽ ഞാൻ തിരിച്ച് തന്നേക്കാം. അപ്പം അന്ന് എന്നെ അറ്റാക്ക് ചെയ്തത് 3 or 4 ആണുങ്ങൾ ചേർന്ന. അപ്പം ഞാൻ അടിയും കൊണ്ട് വീട്ടിൽ പോരണമായിരുന്നു. അങ്ങനെ അടിയും കൊണ്ട് വീട്ടിൽ പോരുന്നവരുണ്ടായിരിക്കും, പക്ഷേ എന്നെ അതിന് കിട്ടത്തില്ല. എന്നെ അടിച്ച് ഞാൻ തിരിച്ചടിക്കും, അതാരാണെങ്കിലും. മനസ്സിലായോ? എന്നും പറഞ്ഞ് ഞാൻ ജോലിയില്ലാതെ വീട്ടിലിരിക്കുമൊന്നുമല്ല കേട്ടോ. ഞാൻ ഫിറ്റ്നസ് ട്രെയിനറാണ്. എനിക്ക് അതിൻ്റേതായിട്ടുള്ള വർക്കുണ്ട്, കാര്യങ്ങളുണ്ട്, എല്ലാമായിട്ട് മുന്നോട്ട് പോകുന്നു. പിന്നെ ഞാൻ ഈ പിള്ളേരോട് പറയുന്നത്, നിങ്ങൾ മാർഷൽ ആർട്സ് പഠിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു അറ്റാക്ക് വരുമ്പം നിങ്ങൾ പഠിച്ച കല അല്ലെങ്കിൽ മാർഷൽ ആർട്സ് അത് പ്രയോഗിക്കുക തന്നെ വേണം. മനസ്സിലായോ? അല്ലെങ്കിൽ നമ്മുടെ ജീവനാണ് ആപത്തുണ്ടാകുന്നത്. മനസ്സിലായോ? നമ്മൾ ഈ സദാചാരവും അതും ഇതുമെല്ലാം നോക്കിക്കൊണ്ടിരുന്നാൽ നമ്മുടെ ജീവൻ പോയി കിട്ടും. ആർക്കും ഒരു നഷ്ടം ഉണ്ടാകാൻ പോകുന്നില്ല. നമ്മളെ സ്നേഹിക്കുന്ന കുറച്ച് പേർക്കും നമ്മുടെ മാതാപിതാക്കൾക്ക് നഷ്ടം സംഭവിക്കും. അല്ലാതെ ആർക്കെന്നാ പോകാൻ? ആർക്കൊന്നും പോകത്തില്ല. മനസ്സിലായോ? നമുക്ക് ആരുടെയും ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് ഒരു കാര്യമില്ല. നമ്മൾ നമ്മുടെ ജീവൻ രക്ഷിക്കാനുള്ള മാർഗം നോക്കുക, നമ്മൾ പ്രിവെൻറ്റ് ചെയ്യുക. മനസ്സിലായോ? അല്ലാതെ നമ്മൾ ഈ ഇത്രയും കാശും കൊടുത്ത് മാർഷൽ ആർട്സ് പഠിച്ചിട്ട് വീട്ടിലിരിക്കാനാണോ? പിന്നെ ഞാൻ SP ഉൾപ്പെടെ എല്ലാവർക്കും കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്, കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ അതിനൊന്നും യാതൊരു നീക്കുപോക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ വാദിയെ പ്രതിയാക്കുന്ന ഒരു പ്രൊസീജിയർ ഇപ്പം നടക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കൊടുക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ നേരിട്ട് അങ്ങ് കൊടുത്തേക്കുക, അതാ നല്ലത്. പിന്നെ പരാതിയും പരിവുമായിട്ട് നമുക്കെങ്ങും പോകണ്ടല്ലോ. പോയാലും ഇതേ അവസ്ഥയാണ്. SPയുടെ സ്പെഷ്യൽ ഓർഡർ ഉണ്ടാഞ്ഞിട്ടും എന്താ ഒരു നടപടിയില്ല. ഇനിയിപ്പോൾ ഞാൻ CNB ഫയൽ ചെയ്തിട്ടുണ്ട്. അതിനുള്ള കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് നീക്കണം.